ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പൊട്ടാറ്റോ മസാല സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് ചായയുടെ കൂടെ നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ വളരെ കുറവ് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ വേണ്ടത് സവാള ചെറുതായി അരിഞ്ഞതാണ്. നന്നായി ചെറുതായി അരിഞ്ഞ സവാള 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ചെറുതായി അരിഞ്ഞ പച്ചമുളക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. നന്നായി ചെറുതായി അരിഞ്ഞ കറിവേപ്പില ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇതിലേക്ക് ഇടുന്നിട്ടൊന്ന് വഴണ്ടി വരണം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. മുളക് ഒന്ന് മൂക്കണ വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ ആണ് വേവിച്ചെടുത്തത്. കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. വേവിച്ചതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് നന്നായി ഉടച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ തീരെ വെള്ളത്തിൻ്റെ അംശം പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ വേവിച്ച് ഉടച്ചെടുക്കണത്. ഇതിൽ സവാള വളരെ നമുക്ക് കുറവ് മതിയാവും. എന്നാൽ ഉരുളക്കിഴങ്ങ് 2 എണ്ണം വേണം. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങിന് ഒരു സവാളയുടെ പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രേ ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് സവാളയുടെ. ഇനി ഇതിൽ ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടി സവാളയും എല്ലാതും ഈ ഉരുളക്കിഴങ്ങായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ചൂടാറി കഴിയുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മസാല നമുക്കൊന്ന് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇതിൽ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ പോലെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുഴയ്ക്കാൻ പറയണത്. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഇതുപോലെ ഉരുളകളാക്കുക. ഉരുളകളാക്കിയിട്ട് നമ്മൾ കയ്യിൽ വെച്ച് തന്നെ ഇതിങ്ങനെ ഒന്ന് നീളനെ എടുക്കുക. നീളനെ ആക്കിയെടുക്കണം. നമ്മുടെ സ്നാക്കിൻ്റെ ഷേപ്പ് നീളനെയാണ്. അപ്പോൾ ഇതേപോലെ കയ്യിൽ വെച്ച് നീളനെ എടുക്കുക ഈ മസാലേനെ. അപ്പം ഉരുളക്കിഴങ്ങ് നന്നായി വെന്താലേ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റുള്ളൂ. കഷ്ണങ്ങളൊന്നും ഇതിലിങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതേപോലെ നീളനെ ആക്കിയെടുക്കുക. ഇതേപോലെ ഇപ്പോൾ ഉള്ള എല്ലാ മസാലയും നമുക്കിതുപോലെ നീളനെ ആക്കിയെടുക്കണം. ഉരുളക്കിഴങ്ങ് നന്നായി വെന്താലാണ് നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ പൊട്ടിപ്പോവാതെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി വേവിക്കാനായിട്ട് നോക്കുക. അതേപോലെ ഇതിൽ വെള്ളവും അധികം പാടില്ല. വെള്ളം ഉണ്ടായാലും നമുക്ക് ഉദ്ദേശിച്ച ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റില്ല. അതുപോലെ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. കാരണം നമ്മൾ സവാളൊക്കെ വഴറ്റാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ള കാരണം നമ്മൾ ഇതാക്കുമ്പോൾ പിന്നെ ഓയിൽ കയ്യിൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മസാലയും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാ മസാലയും ഞാൻ ഇതുപോലെ നീളത്തിൽ ഉരുട്ടി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചപ്പാത്തി മാവാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഇതുപോലെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായി സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുളകൾ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ തന്നെ പരത്തിയെടുക്കുക. ശരിക്കും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ തന്നെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുക. അതുപോലെ ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ അധികം കനമൊന്നും പാടില്ല. ഇത്തിരി നൈസായി തന്നെ നമുക്കിത് പരത്തിയെടുക്കണം. ഇപ്പോൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 4 ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 4 സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ വീണ്ടും ഒന്ന് 2 കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിൽ വെച്ചിട്ട് മടക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഒരു നീളം വേണം. അപ്പോൾ നമുക്കിതുപോലെ 2 കഷ്ണമാക്കി എടുക്കുക ഇതിനെ. ഇനി ഈ ഒരു കഷ്ണത്തിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുള്ള നീളനെ ഉരുട്ടി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മസാല ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ മസാല ശരിക്കും
ഈ മാവിൻ്റെ ഉള്ളിലായിരിക്കണം. ഈ സൈഡിൽ നമ്മളൊന്ന് തിരിച്ച് കൊടുത്തതിന് ശേഷം ആ ബാക്കി ഭാഗം ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ മസാല ഒന്ന് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 2 സൈഡും ഒന്ന് ചുരുട്ടി എടുത്തതിന് ശേഷം ബാക്കി മാവ് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ എന്നിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല അതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. മസാല ഒന്നും ഇനി പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എല്ലാ മസാലയും ഇതേപോലെ ആക്കിയെടുക്കണം. ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ഉള്ളിൽ നിന്ന് മസാല പോരുന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചുരുട്ടിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ഇതുപോലെ തേച്ചിട്ട് പശ പോലെ ആക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ ഈ മസാല ഒന്നും പുറത്തേക്ക് വരില്ല. ഇതുപോലെ തന്നെ നമ്മൾ നേർച്ച ഇതുപോലെ മസാല വെച്ചിട്ട് മേലത്തെ ഭാഗം നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ മസാല ഒന്നും തന്നെ പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം നേരത്തെ മാറ്റി വെച്ച എല്ലാ മസാലയും ഇതുപോലെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കണം. ഇപ്പം ഞാൻ എല്ലാ മസാലയും ചുരുട്ടി കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായി ഒട്ടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതെന്തായാലും വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ പുറത്തേക്ക് വരില്ല ഇതിലത്തെ മസാല. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നോരോന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല മുങ്ങണ രീതിയിലുള്ള അത്രയും ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ചൂടാവണം ഓയിൽ. പിന്നെ നമ്മൾ തീ കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഉള്ളിലുള്ള മസാലയൊക്കെ നമ്മൾ വെന്തിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള ചപ്പാത്തി മാവിൻ്റെ അത് മാത്രമാണ് നമുക്കൊന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ തീ നന്നായി കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ആവാനായിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തായാലും മസാലകളൊന്നും പുറത്തേക്ക് പോരില്ല. അപ്പോൾ നല്ല ധൈര്യമായിട്ട് തന്നെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊട്ടാറ്റോ മസാല സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിനി വറുത്ത് കോരാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. ഈ ഒരു കളറാകുമ്പോഴാണ് നമ്മളിത് ഓയിലിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ സ്നാക്കിൻ്റെ മേലെ ഒന്നും എണ്ണ അങ്ങനെ ഇരിക്കണില്ല. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ലൊരു സ്നാക്കാണിത്. ഇതേപോലെ നമുക്കിനി എല്ലാതും ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് നോക്കണം. ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂരിയൊക്കെ തണുത്തിരിക്കുന്ന പോലെ തണുത്തിരിക്കും. അതുകൊണ്ട് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക. ഇതിപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ നമ്മൾ ബജ്ജി ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ചായയുടെ കൂടെ തന്നെയായാലും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.